നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു രോഗി ലിഫ്റ്റിനുള്ളിൽ ഒരു ദിവസത്തോളമാണ് കുടുങ്ങിക്കിടന്നത്. അതും അന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. അതും അതേ ആശുപത്രിയിൽ ലിഫ്റ്റിൽ തന്നെ 2 പേർ കുടുങ്ങിയത്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയിലാണ് ആരോഗ്യമന്ത്രി നടപടിയെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് കൃത്യവിലോപങ്ങൾ നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. ജീവനക്കാർ അവരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കണം. ഓരോ വിഭാഗങ്ങളിലും ചെക്ക് ലിസ്റ്റുകൾ ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനങ്ങൾ നിർബന്ധമാക്കും. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ജീവനക്കാർ സഹാനുഭൂതിയോടെ പെരുമാറണം. അവർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. പ്രമോഷനിലും കോൺട്രാക്ട് പുതുക്കലിലും വിജയകരമായ പരിശീലനം പ്രധാന മാനദണ്ഡമാക്കും. ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്ക് കൃത്യമായ സാങ്കേതിക പരിശീലനം നൽകണം. ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ലിഫ്റ്റിന്റെ വാതിൽ തുറന്ന് പരിശോധിച്ച് ലോക്ക് ചെയ്യണമെന്ന് വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റ് 48 മണിക്കൂർ കുടുങ്ങിക്കിടന്ന രവിചന്ദ്രൻ നായരെ മന്ത്രി സന്ദർശിച്ചിരുന്നു. ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത്. 2 ദിവസമായി ലിഫ്റ്റിൽ കുടുങ്ങിയത് തനിക്കൊരു പേടി സ്വപ്നമാണെന്നാണ് രവിചന്ദ്രൻ നായർ പറഞ്ഞിട്ടുള്ളത്. തനിക്കുണ്ടായ ദുരനുഭവം എല്ലാവരോടും വിവരിച്ചു. പെട്ടെന്നാണ് ലിഫ്റ്റ് നിന്നു പോകുന്നത്. ലിഫ്റ്റ് നിലച്ചതോടെ ആദ്യം ചെയ്തത് അലാം ബട്ടൺ അമർത്തുകയായിരുന്നു. പക്ഷേ പ്രതികരണം ഉണ്ടായില്ല. ഇവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ഇന്റർകോമും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഫോൺ ഉപയോഗിച്ച് ഞാൻ ലിഫ്റ്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് വിളിച്ചു. എന്നാൽ പ്രതികരണം ഒന്നും ലഭിച്ചില്ല. അതിനിടയിൽ ഫോൺ എന്റെ കയ്യിൽ നിന്ന് വഴുതി വീണു. പിന്നീട് അതിനും അനക്കമുണ്ടായില്ല. ഫോൺ കേടായതിനു ശേഷം ഞാൻ ഒരു മൂലയിലിരുന്നു. ആരോ വരുന്നതും കാത്തുനിന്നു. പെട്ടെന്നാണ് പിറ്റേന്ന് ഞായറാഴ്ചയാണെന്ന് ഓർമ്മ വന്നത്. അതിനാൽ അടുത്ത ദിവസവും ഞാൻ ഇവിടെ കുടുങ്ങിയേക്കാം. മൂത്രമൊഴിക്കാൻ തോന്നിയപ്പോൾ ലിഫ്റ്റിന്റെ മൂലയിൽ തന്നെ മൂത്രമൊഴിച്ചു. ഈ 42 മണിക്കൂറിനുള്ളിൽ ഞാൻ പലതവണ ഉറക്കെ കരഞ്ഞു. ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അലാം ബെൽ അമർത്തിക്കൊണ്ടേയിരുന്നു. ലിഫ്റ്റ് ചേംബറിൽ ഫാനോ ലൈറ്റോ ഇല്ലായിരുന്നു. എന്നിട്ടും കുറച്ച് വായു വന്നുകൊണ്ടിരുന്നു. അത് കാരണമാണ് ഓക്സിജൻ അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് ജീവൻ നിലനിർത്തിയെന്നാണ് ഭയത്തോടെ രവിചന്ദ്രൻ നായർ വിവരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് ചതിച്ചു. വനിതാ ഡോക്ടറും സ്ട്രക്ചറിൽ കൊണ്ടുപോയ രോഗിയുമാണ് 20 മിനിറ്റോളം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. രോഗി 2 ദിവസം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ മുൻ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി മരണത്തെ മുഖാമുഖം കണ്ടതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് അടുത്തൊരു അപകടവും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 1:40ഓടെയാണ് സംഭവം നടന്നത്. ENT വിഭാഗത്തിലെ ഡോക്ടർ അൻസലയും CT സ്കാൻ വിഭാഗത്തിലേക്ക് പോയ രോഗിയും ബന്ധുമാണ് കുടുങ്ങിയത്. ഇവർ കയറിയ ശേഷം താഴേക്ക് പോയ ലിഫ്റ്റ് പകുതിയിൽ നിന്നു. കാഷ്വാലിറ്റിയിലെ 7ാം നമ്പർ ലിഫ്റ്റാണ് തകരാറിലായത്. ലിഫ്റ്റ് ടെക്നീഷ്യൻ എത്തി 20 മിനിറ്റോളം ശ്രമിച്ചാണ് പിന്നീട് ഇവരെ പുറത്തെത്തിച്ചത്. എന്തായാലും ഇത് ആരോഗ്യവകുപ്പിന് ഈ 2 സംഭവങ്ങളും വലിയ നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കർശനമായ നടപടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പ്.